എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, പനി പിടിച്ച് പോയി, 2-3 ദിവസമായി പനി പിടിച്ച് പോയി. അതുകൊണ്ട് സൗണ്ടൊന്നും ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഫ്രോക്ക് നൈറ്റി ഒന്നുകൂടി തയ്ച്ചു. ഇതിനിടെ തയ്ച്ചു. അപ്പോൾ ഒരു തുണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പനിയൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഞാനിതെടുത്ത് തയ്ച്ചതാണ്. എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന തുണിയാണിതും. അപ്പോൾ ഞാൻ അളവെടുക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ഡ്രസ്സും മടക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഏകദേശം 1.5 ഇഞ്ച് അകലത്തിൽ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. എന്നിട്ട് തയ്ച്ചെടുക്കും. പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിലൊക്കെ വിശേഷം? ഇവിടെ തണുപ്പുണ്ട് പുറത്ത്, അതുകൊണ്ടായിരിക്കാം പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിരുന്നു. അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുത്തത്. അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചു. അങ്ങനെ ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തു. അതങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് കൈ മുറിച്ചെടുക്കാം. കൈയും ഞാനതുപോലെ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ കൈയും വെച്ച് അതും കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ കൈയും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതടിയിൽ ഫ്രില്ല് വെക്കാനുള്ള പീസ് അതും കട്ട് ചെയ്തെടുത്തേ. ഫ്രില്ല് വെച്ച നൈറ്റിയാണ് തയ്ക്കുന്നത്. ഇനി 2 സൈഡിലും ഇതിന് ബെൽറ്റ് പോലത്തെ ഭാഗമുണ്ട്, അത് വെക്കാൻ വേണ്ടിയിട്ട് അതിനും കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കഴുത്തിന് വെക്കാൻ ക്രോസ് പീസും കട്ട് ചെയ്ത് വെക്കണേ. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്ച്ചെടുത്തു ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇതുപോലെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.